ഈ സമൂഹത്തിന് മാതൃകയാവേണ്ട അധ്യാപികമാർ ലഹരി വലയിൽ കുരുങ്ങിയ വാർത്ത ഞെട്ടലോടെയാണ് സമൂഹം കേട്ടത്. എങ്ങനെയാണ് ഈ അധ്യാപികമാർ കുടുങ്ങിയത് എന്നത് നമുക്ക് പലർക്കും അറിയില്ല. ഇന്ന് ഇതിൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഈ അധ്യാപികമാരുടെ ലഹരി വലയിലേക്ക് എങ്ങനെയാണ് പോലീസ് കടന്നു കയറിയതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വടകരയിൽ ഓട്ടോ ഡ്രൈവറായ സഫുവാൻ എന്നയാളെ 2.5 ഗ്രാം MDMA ജൂൺ 28-ന് പോലീസ് പിടികൂടുന്നു. സ്വാഭാവികമായും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുന്നു. എവിടെ നിന്നാണത് ലഭിച്ചത്, ആരാണ് കൊണ്ടു തന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അവിടെ നിന്നാണ് വടകരയിലെ അധ്യാപികമാരുടെ ലഹരി മാഫിയയെക്കുറിച്ച് പോലീസ് അറിഞ്ഞത്. ആദ്യം സഫ്വാൻ അത് പറഞ്ഞപ്പോൾ പോലീസ് പ്രത്യക്ഷത്തിൽ അത് വിശ്വസിച്ചില്ല. പകരം അവർ ഈ അധ്യാപികമാരെ നിരീക്ഷിച്ചു, കൃത്യമായി അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വെറും 12,000 രൂപ മാത്രം മാസ ശമ്പളം വാങ്ങുന്ന താൽക്കാലിക അധ്യാപികമാർ. പക്ഷേ അക്കൗണ്ടുകളിൽ വന്നു മറിഞ്ഞത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ. സൗഹൃദത്തിന്റെ കെട്ടുപാടുകളിൽ തുടങ്ങി ഒന്നിച്ചിരുന്ന് ലഹരി നുണഞ്ഞൊടുവിൽ വൻകിട ലഹരി മാഫിയയുടെ പ്രധാന വിതരണക്കാരായി വളർന്നു പന്തലിച്ച ബെസ്റ്റികളായിരുന്നു അവർ. അവരുടെ ആ സാമ്രാജ്യമാണ് ഒടുവിൽ വടകരയിലെ IPS ഓഫീസറായ മെറിൻ ജോസഫും കാർത്തിക് IPSന് മുന്നിൽ ദാരുണമായ അവരുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞു. പേരാമ്പ്ര BRCക്ക് കീഴിലെ സ്പെഷ്യൽ അധ്യാപികമാരായ മരുതോങ്കര സ്വദേശിനി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യ, ആവളക്കുട്ടോത്ത് സ്വദേശിനി നീഷ്മ എന്നിവരും ഇവരുടെ ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണികളായ ഡെലിവറി ബോയ് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്, ഏറ്റവും ഒടുക്കം വടകര സ്വദേശി റിസ്വാൻ എന്നിവർ വരെയാണ് ഇതുവരെ പിടിയിലായത്. ഇനിയും ആളുകൾ ഈ കണ്ണിയിലുണ്ട് എന്ന് മാത്രമല്ല, വയനാട്ടിലൊരു പ്രമുഖനും ഇതിന് പിന്നിലുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്നാലും പിടിയിലായ അധ്യാപികമാർ സ്വയം MDMA ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. പിന്നീട് എവിടുന്ന് ഈ MDMA ഇനി അടുത്ത ഘട്ടത്തിൽ കിട്ടും എന്ന ചോദ്യം ബാക്കിയാവുകയും അവർ ഇതിനോട് അഡിക്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ തിരയുകയും പിന്നീട് ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ മുഖേന ഇവർ സ്വയം മേടിക്കാൻ തുടങ്ങുകയും പിന്നീട് പണത്തോടുള്ള ആർത്തി മൂലം ഇതിൻ്റെ വിൽപ്പനക്കാരായി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നീടുള്ള ഘട്ടങ്ങൾ. അതായത് പരസ്പരം അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഈ അധ്യാപികമാർ ഒന്നിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചു. പിന്നീട് കൂടുതൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ ബംഗളൂരു ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരി റാക്കറ്റുകളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേവലം 12,000 രൂപ മാത്രം വേതനം ലഭിക്കുന്ന ഇവിടുത്തെ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അമ്പരന്ന് പോയി. ലക്ഷക്കണക്കിന് രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകളാണ് ഇവരുടെ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുള്ളത്. ഇതിൽ പ്രധാന കണ്ണിയായ ഡെലിവറി ഏജന്റ് ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലൂടെ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് പറയുന്നത്. ചോദ്യം ചെയ്യലിൽ ലഹരിയുടെ മൊത്ത വിതരണക്കാരുടെ വിവരങ്ങൾ പറയാൻ പ്രതികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. ലഹരി വ്യാപാര ശൃംഖലയിൽ മിഡിൽ ഏജന്റുമാർ മാത്രമാണ് ഇവരെന്നാണ് മനസ്സിലാക്കേണ്ടത്. മംഗളൂരുവിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഇവർ ആദ്യം MDMA ഉപയോഗിച്ചത്. പിന്നീടാണ് വിൽപ്പനക്കാരെ തേടുന്നതും ഇൻസ്റ്റഗ്രാം വഴി ബന്ധം സ്ഥാപിക്കുന്നതും. രണ്ടുപേരും അധ്യാപികമാരായതിനാൽ മയക്കുമരുന്ന് മാഫിയ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തി. നാട്ടിലും വീട്ടിലുമൊക്കെ അധ്യാപികയായതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവുമില്ല. സ്കൂളിൽ ഇവരിരുന്ന് ഉച്ചയ്ക്കൊക്കെ ഉറങ്ങും. എപ്പോഴും ഉറക്കം തൂങ്ങിയൊക്കെ നടക്കുമ്പോൾ അധ്യാപന ജോലിയിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ MDMA ലഹരി ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത്. അതിലൊരു അധ്യാപിക ലഹരി വിരുദ്ധ പ്രവർത്തനമായ സുംബ ഡാൻസ് വരെ പഠിക്കാൻ പോവുകയും കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന അധ്യാപികയായിരുന്നു. അറസ്റ്റിലായ ഇടനിലക്കാരൻ കൂട്ടുപുഴ സ്വദേശി ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിൽ 1 കോടിയോളം രൂപയുടെ ഇടപാട് നടക്കുകയാണ്. അത് കൊറിയർ സ്ഥാപനത്തിലെ ഡെലിവറി ജീവനക്കാരൻ. ഇയാൾ അതിന്റെ മറവിൽ ഇത്രയും തുകയുടെ ലഹരി ഇടപാട് നടത്തിയിരിക്കുന്നു ഈ കേരളത്തിൽ. നേരത്തെ അറസ്റ്റിലായ കീർത്തനയുടെ അക്കൗണ്ടിൽ 14 ലക്ഷവും കാവ്യയുടെ അക്കൗണ്ടിൽ 9 ലക്ഷവും എത്തിയിട്ടുണ്ട്. ഏപ്രിലിൽ ഉള്ളിയേരിയിൽ അറസ്റ്റിലായ ലഹരിക്കടത്ത് സംഘവുമായി അധ്യാപികമാരായ കാവ്യയ്ക്കും കീർത്തനയ്ക്കും ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. ഉള്ളിയേരി മൊടക്കല്ലൂരിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും കഴിഞ്ഞ ഏപ്രിൽ മാസം ഏകദേശം ഒരു 11.8 ഗ്രാം MDMA എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഈ കേസുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കുക. കേസിലെ പ്രതികളിൽ നിന്നും കണ്ടെടുത്ത ഡയറിയിൽ ഈ അധ്യാപികമാരുടെ പേരും ഫോൺ നമ്പറുകളും ഉണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഡാൻസ് ഓഫ് ലോക്കൽ പോലീസ്, സൈബർ പോലീസ് എന്നിവരുടെ യോജിച്ചൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം പിടിയിലായ, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഡ്രൈവറായ സഫ്വാന്റെ മൊഴിയിൽ നിന്നാണ് മറ്റ് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചതെങ്കിലും ബാങ്ക് രേഖകൾ പരിശോധിച്ചാണ് ബന്ധം പോലീസ് ഉറപ്പിക്കുന്നത്. എന്തായാലും മൊബൈൽ ഫോണിലെ തെളിവുകളൊക്കെ തന്നെ നിർണായകമായി. അതേസമയം ഈ അധ്യാപകർ ഇടതുപക്ഷ സംഘടനയിൽ നിന്നുള്ളവരാണെന്നാണ് ഏറ്റവും ഒടുക്കം വരുന്ന റിപ്പോർട്ടുകൾ. ഇടത് അധ്യാപക സംഘടനയുമായി അടുത്ത ബന്ധമെന്ന് തെളിയിക്കുന്ന കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ അഥവാ KRTA
പേരാമ്പ്ര യൂണിറ്റ് ഭാരവാഹികളായിരുന്ന അധ്യാപികമാരുടെ ശക്തമായ ഇടത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിലെ 3-ാം പ്രതിയായ കെ കാവ്യ, ഒപ്പം അറസ്റ്റിലായ PV നീഷ്മ എന്നിവർ KSTയുടെ തണലിൽ പ്രവർത്തിക്കുന്ന KRTAയുടെ പ്രധാന നേതൃനിരയിൽ സജീവമായിരുന്നു. ഇരുവരും ഒരേ മേഖലയിലെ സ്കൂളുകളിൽ തുടർച്ചയായി താൽക്കാലിക ജോലി സംഘടിപ്പിക്കുന്നതും ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനും ഇടയാക്കിയത് LDF ഭരണകാലത്തെ ഈ രാഷ്ട്രീയ സ്വാധീനമാണെന്ന ആരോപണവും കനക്കുന്നുണ്ട്. എന്തായാലും VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ അധ്യാപികമാർ കുടുങ്ങുന്നത്. MDMA വിതരണം ചെയ്തതിലും വിദ്യാർത്ഥികളിലേക്ക് ഇതിന്റെ കണ്ണികൾ എത്തിയോ എന്നതിലുമൊക്കെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ ആശങ്കയുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം വിപുലമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എല്ലാവരെയും പിടികൂടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ ലഹരി എത്തിച്ചു നൽകിയിരുന്നോ എന്നൊരു ആശങ്ക കൂടി നമ്മുടെ ആഭ്യന്തരമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അധ്യാപികമാർ അവർ ചില്ലറക്കാരായിരുന്നില്ല. അവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും ഈ സമൂഹത്തിലൊരു മുഖം മൂടിയിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.